ഗവർണർക്ക് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും തിരിച്ചടി. സെനറ്റ് നിയമനം ഹൈക്കോടതി റദ്ദാക്കി. ചാൻസലർ കൂടിയായ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനായിരുന്നു അനധികൃതമായി 6 പേരെ സെനറ്റിലേക്ക് നിയമിച്ചുകൊണ്ടുള്ള ഉത്തരവിറക്കിയത്. ഇതിലാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് ഇപ്പോഴൊരു തിരിച്ചടി വന്നിരിക്കുന്നത്. സാലി മുഹമ്മദ് ചേരുന്നുണ്ട്. സാലി, തനിക്ക് വിവേചനാധികാരമുണ്ട്, ചാൻസലർ എന്ന നിലയ്ക്ക് തനിക്ക് വിവേചനാധികാരമുണ്ടെന്നായിരുന്നു ആരിഫ് മുഹമ്മദ് ഖാന്റെ ഈ കാര്യത്തിലുള്ള ഒരു വാദം. വലിയൊരു തിരിച്ചടിയാണ് ഗവർണർക്ക് നേരിട്ടിട്ടുള്ളത്. വിനീഷ, തീർച്ചയായും വലിയ തിരിച്ചടി ഗവർണർക്ക് ഇക്കാര്യത്തിൽ വീണ്ടും നേരിട്ടിരിക്കുന്നു ഹൈക്കോടതിയിൽ നിന്ന് എന്നുള്ളതാണ്. അതായത് കേരള സർവകലാശാലയിലെ 17 വേക്കൻസി സെനറ്റ് അംഗങ്ങളുടെ 17 വേക്കൻസികളിലേക്ക് ഗവർണർ, അതായത് ചാൻസലർ 17 പേരെ നോമിനേറ്റ് ചെയ്തിരുന്നു. ആ നോമിനേറ്റ് ചെയ്തിരുന്നവരിൽ ഒരാളൊഴികെ ബാക്കി എല്ലാവരും സംഘപരിവാറിൻ്റെ BJPയുടെ ഒക്കെ പ്രവർത്തകരായിരുന്നു. അതായത് ഏറ്റവും പ്രധാനപ്പെട്ടത് വിവിധ വിഭാഗങ്ങളിൽ ഇപ്പോൾ റാങ്ക് ജേതാക്കളെ നാമനിർദ്ദേശം ചെയ്യേണ്ട പട്ടികയിൽ ABVP പ്രവർത്തകരെ, ഫൈൻ ആർട്സ് വിഭാഗങ്ങളിൽ നോമിനേറ്റ് ചെയ്യേണ്ടവരിൽ ഏതാനും സംഘപരിവാർ പ്രവർത്തകരെ, ഒപ്പം സ്പോർട്സുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ഒരാളെ മാറ്റിവെച്ചത് ദേശീയ കായികമേളയിൽ പങ്കെടുത്ത ഒരു കായിക താരത്തെ. അങ്ങനെ എല്ലാ നിയമങ്ങളും ലംഘിച്ചുകൊണ്ടുള്ള ഒരു നിയമനമാണ് അല്ലെങ്കിൽ നാമനിർദ്ദേശമാണ് ഗവർണർ ഇക്കാര്യത്തിൽ നടത്തിയത്. ഏറ്റവും പ്രധാനമായി പരാതി ഉയർന്നത് 4 പേരുടെ കാര്യത്തിലായിരുന്നു. അവർ കോടതിയിൽ പോയി. കോടതി ഇപ്പോൾ അതിൽ വിശദമായി വാദം കേട്ടു. ആദ്യം ഹർജി വന്നപ്പോൾ തന്നെ ആ നിയമനം സ്റ്റേ ചെയ്തിരുന്നു. തുടർന്ന് ഇപ്പോൾ വിശദമായി വാദം കേട്ട് അല്പം മുമ്പ് കോടതി അന്തിമ ഉത്തരവ് പുറപ്പെടുവിച്ചു. അതിൽ പറയുന്നത് ഈ നിയമനം നിയമപരമല്ല എന്നുള്ളത് തന്നെയാണ്. ഹൈക്കോടതി ആ നിയമനങ്ങളെല്ലാം റദ്ദാക്കി. ഒപ്പം തന്നെ 6 ആഴ്ചയ്ക്കകം പുതിയ നാമനിർദ്ദേശങ്ങൾ നൽകാൻ ഉത്തരവുണ്ട്. ഏതായാലും ഇക്കാര്യത്തിൽ ഗവർണർക്ക് വലിയ തിരിച്ചടി തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏറ്റവും കൗതുകകരമായ കാര്യം എന്ന് പറയുന്നത് ഗവർണർ ഇക്കാര്യത്തിൽ എടുത്ത സമീപനമാണ്. തനിക്ക് ഇതിനെല്ലാം വിവേചനാധികാരമുണ്ട്, താൻ ചാൻസലർ എന്ന പദവി ഉപയോഗിച്ചാണ് താൻ ഈ കാര്യങ്ങളെല്ലാം ചെയ്തത്, അതുകൊണ്ട് തന്നെ തൻ്റെ വിവേചനാധികാരം ഉപയോഗിച്ചാണ് ഇത്തരത്തിൽ ആളുകളെ നോമിനേറ്റ് ചെയ്തത് എന്നുള്ളതാണ്. വലിയ വിവാദവും ആക്ഷേപവും ഉയർന്നൊരു കേസാണ്. സർവകലാശാല നാമനിർദ്ദേശത്തിനായി നൽകിയ പട്ടിക ഏറ്റവും പ്രമുഖരുടേതായൊരു പട്ടികയായിരുന്നു. അതായത് അക്കാഡമിക രംഗത്ത് റാങ്ക് നേടിയ കുട്ടികൾ, കായിക രംഗത്ത് ദേശീയ കായികമേളയിൽ പങ്കെടുത്ത ആളുകൾ, കലാരംഗത്ത് കലാപ്രതിഭയായി തിരഞ്ഞെടുക്കപ്പെട്ട ആളുകൾ ഉൾപ്പെടെ 17 പേരുടെ പട്ടികയാണ് സർവകലാശാല നൽകിയത്. അതെല്ലാം മാറ്റിവെച്ചു. ഒരാളൊഴികെ ബാക്കി എല്ലാവരും 16 പേരെയും തന്നിഷ്ടപ്രകാരം എന്ന് തന്നെ പറയാം ചാൻസലർ നോമിനേറ്റ് ചെയ്യുകയാണ് ഉണ്ടായത്. അത് സ്വാഭാവികമായി വലിയ വിവാദമുയർന്നു. അത് നോമിനേറ്റ് ചെയ്യപ്പെട്ടവരുടെ പട്ടിക പരിശോധിച്ചാലാണ് അതിലേറെ കൗതുകകരം. പ്രാദേശികമായി ABVPയുടെയും സംഘപരിവാറിൻ്റെയൊക്കെ പ്രവർത്തകർ ഇത്തരത്തിൽ നാമനിർദ്ദേശ പട്ടികയിൽ ഇടം നേടിയെന്നുള്ളതാണ്. ഈ ദേശീയ കായികമേളയിൽ മെഡൽ ജേതാവിന് പകരം ഒരു കായിക ഇനത്തിൽ പോലും ജീവിതത്തിൽ ഇന്നേ വരെ പങ്കെടുത്തിട്ടില്ലാത്ത ഒരാളെ നോമിനേറ്റ് ചെയ്തു. മറ്റൊന്ന് കലാപ്രതിഭ ഇനത്തിൽ, ഏറ്റവും പ്രധാനപ്പെട്ടത് കലാപ്രതിഭ ഇനത്തിൽ ഫൈൻ ആർട്സ് ഗവർണറുടെ ചാൻസലറുടെ ഏറ്റവും അവസാനമായി എടുത്ത ഒരു നടപടിക്കേറ്റ തിരിച്ചടി എന്ന് തന്നെ വേണം ഇതിനെ വിലയിരുത്താൻ. കാരണം തനിക്ക് വിവേചനാധികാരമുണ്ട് എന്ന ഒരു ന്യായത്തിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു ആരിഫ് മുഹമ്മദ് ഖാൻ. ഈ നിലപാടിനേറ്റ തിരിച്ചടി കൂടിയാണ് ഇന്ന് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായ ഈ ഒരു വിധി. അവിനീഷ്, അതായത് ഈ ഹർജിക്കാർ കോടതിയിൽ ചൂണ്ടിക്കാണിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ചാൻസലറുടെ നടപടി സർവകലാശാലയുടെ ചട്ടങ്ങൾക്ക് തന്നെ വിരുദ്ധമാണ് എന്നുള്ളതാണ്. സർവകലാശാല ചട്ടങ്ങൾക്ക് അനുസൃതമായി പ്രവർത്തിക്കുന്ന ആളാവണം ചാൻസലർ എന്ന നിയമത്തിൽ വ്യവസ്ഥയുണ്ട്. ഓരോ യൂണിവേഴ്സിറ്റികളുടെ ആക്റ്റിൽ അക്കാര്യം വ്യക്തമായി പറയുന്നുണ്ട്. കേരള സർവകലാശാല ആക്റ്റിലും അത് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെ നിയമവിധേയമായി പ്രവർത്തിക്കുന്ന നടപടികൾക്ക് നിയമപരമായി പിൻബലം ഉണ്ടാവുകയുള്ളൂ എന്ന് ഹർജിക്കാർ ചൂണ്ടിക്കാട്ടിയിരുന്നു. തങ്ങൾക്ക് പകരം അതായത് സർവകലാശാല നാമനിർദ്ദേശ പട്ടികയിൽ നൽകിയ ഏതാനും വിദ്യാർത്ഥികളാണ് കോടതിയെ സമീപിച്ചത്. തങ്ങൾക്ക് പകരം തങ്ങൾക്ക് ഇത്ര യോഗ്യതകൾ ഉള്ള ആളുകളാണ്, തങ്ങൾക്ക് പകരം യാതൊരു യോഗ്യതയുമില്ലാത്ത BJP ബന്ധം ABVP ബന്ധം മാത്രമുള്ള കുറച്ച് ആളുകളെയാണ് നോമിനേറ്റ് ചെയ്തിരിക്കുന്നത്. അത്തരത്തിൽ ചാൻസലർ എടുത്ത നടപടി സ്വേച്ഛാപരമാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് ഏകപക്ഷീയവുമാണ്. അതായിരുന്നു ഈ വിദ്യാർത്ഥികളായ ഈ കലാപ്രതിഭയായി തിരഞ്ഞെടുത്തയാൾ ഒരു റാങ്ക് ജേതാവൊക്കെയാണ് കോടതിയിൽ പോയത്. അവരുടെ ആക്ഷേപം അതായിരുന്നു. ആ ആക്ഷേപം കോടതി ഗൗരവത്തോടെ തന്നെ പരിഗണിച്ചു. ഹർജി വന്നപ്പോൾ തന്നെ നമുക്ക് ഒരു കാര്യം വ്യക്തമായിരുന്നു. ആ ഹർജി പരിഗണിച്ച അന്ന് തന്നെ കോടതി പ്രാഥമികമായ വാദം കേട്ട ശേഷം ചാൻസലറുടെ നടപടി അപ്പോൾ തന്നെ റദ്ദാക്കി സ്റ്റേ ചെയ്തിരുന്നു. സ്റ്റേ ചെയ്തതിന് ശേഷം നമുക്ക് പിന്നീട് വാദം കേൾക്കാമെന്ന് പറഞ്ഞു. അത് ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ്. അതിനിടെ
കോടതി വെക്കേഷൻ അടച്ചു. വെക്കേഷന് ശേഷം ഇന്നലെ കോടതി പുനരാരംഭിച്ചു. രണ്ടാം ദിവസം തന്നെ ഇന്ന് തന്നെ കോടതി അത് ഓർഡറിന് വേണ്ടി പോസ്റ്റ് ചെയ്തു. ഇന്ന് 1:45 ഓർഡർ പറഞ്ഞു. ആ ഓർഡറിലാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത് ഇത് നിയമപരമല്ല എന്ന് കോടതി വ്യക്തമാക്കിക്കൊണ്ടാണ് ചാൻസലറുടെ നടപടി റദ്ദാക്കിയിരിക്കുന്നത്. ഗവർണറെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം തിരിച്ചടി തന്നെയാണ് ഇതെന്ന കാര്യത്തിൽ തർക്കമില്ല. രാഷ്ട്രീയമായി ഗവർണറെ പിന്തുണച്ച ആളുകൾക്കും ഗവർണറുടെ നടപടികളെ യാതൊരു മര്യാദയുമില്ലാതെ പിന്തുണച്ച രാഷ്ട്രീയ നേതാക്കൾക്കും ഒക്കെ വലിയ തിരിച്ചടി തന്നെയാണ് ഇതെന്ന കാര്യത്തിൽ തർക്കമില്ല. ഗവർണറെ സംബന്ധിച്ചിടത്തോളം ഈ സർവകലാശാലകളുമായി ബന്ധപ്പെട്ട് ഈ സമീപകാലത്ത് നിരവധി തിരിച്ചടികൾ വിവിധ കോടതികളിൽ നിന്നുണ്ടായി. അതിൽ എണ്ണിപ്പറയാവുന്ന ഒട്ടേറെ കേസുകളുണ്ട്. 2022 നവംബർ 8 ഗവർണർ രാജിവെക്കാൻ നിർദ്ദേശിച്ച കുറേ VC-മാർക്ക് തുടരാമെന്ന് ഹൈക്കോടതി പറഞ്ഞതു മുതൽ ഏറ്റവും ഒടുവിൽ കഴിഞ്ഞയാഴ്ച 2024 മാർച്ച് 21 കാലിക്കറ്റ് സർവകലാശാല VC-യെ പുറത്താക്കിയ നടപടി അനിശ്ചിതകാലത്തേക്ക് ഡിവിഷൻ ബെഞ്ച് സ്റ്റേ ചെയ്തു. അതുവരെ ഈ കാലയളവിൽ ഒരു 2-3 വർഷത്തിനിടെ ചാൻസലർ എന്ന പദവി ഉപയോഗിച്ച് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നടപ്പിലാക്കിയ 10-12 നടപടികളെ ഹൈക്കോടതി സ്റ്റേ ചെയ്യുകയോ റദ്ദാക്കുകയോ അത് നിയമവിരുദ്ധമാണെന്ന് പ്രഖ്യാപിക്കുകയോ ചെയ്തിട്ടുണ്ട്. അതിനർത്ഥം ചാൻസലർ എന്ന പദവി ഉപയോഗിച്ച് അദ്ദേഹം നടപ്പിലാക്കിയ നടപടികളെല്ലാം ഒന്നുകിൽ അതാത് സർവകലാശാല ചട്ടങ്ങൾക്ക് വിരുദ്ധം, അല്ലെങ്കിൽ UGC ചട്ടങ്ങൾക്ക് വിരുദ്ധം, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന വ്യവസ്ഥകൾക്കെല്ലാം വിരുദ്ധം. അങ്ങനെ കണ്ടുകൊണ്ടാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ചും ഡിവിഷൻ ബെഞ്ചും ഒരു ഘട്ടത്തിൽ സുപ്രീം കോടതി വരെ ഈ ചാൻസലറുടെ നടപടിയെ പല ഘട്ടങ്ങളിലായി റദ്ദാക്കിയിട്ടുണ്ട്, ഇടപെട്ടിട്ടുണ്ട്. അതിനർത്ഥം ചാൻസലർ പറഞ്ഞത് അല്ലെങ്കിൽ ഗവർണർ പറഞ്ഞുകൊണ്ടിരുന്നത് താനാണ് കേരളത്തിലെ സർവകലാശാലകളുടെ സർവാധികാരി എന്ന നിലയ്ക്കായിരുന്നു. അതുകൊണ്ട് താൻ ചെയ്യുന്നതെല്ലാം ശരി, താൻ പറയുന്നതാണ് സർവകലാശാലകളുടെ നിയമം എന്നതായിരുന്നു ഗവർണറുടെ ഒരു ലൈൻ. ആ ഒരു ലൈനേറ്റ തിരിച്ചടിയാണ് ഇപ്പോൾ ഒടുവിലുണ്ടായിരിക്കുന്ന വിധിയടക്കം ഗവർണർക്ക് ഹൈക്കോടതിയിൽ നിന്ന് തുടർച്ചയായി ഉണ്ടായിക്കൊണ്ടിരുന്ന ഓരോ തിരിച്ചടിയും എന്ന് വ്യക്തമാണ് വിനീഷ. അതായത് ഈ സംഘപരിവാർ നോമിനേഷന് താൻ ചെയ്തു എന്ന കാര്യത്തിൽ ഗവർണർ ചാൻസലർ ആരിഫ് മുഹമ്മദ് ഖാൻ നിരത്തിയ ഒരു ന്യായങ്ങളും ഒരു വാദങ്ങളും ഹൈക്കോടതി മുഖവിലേക്ക് എടുത്തില്ല. തീർച്ചയായും അതിൽ സർവകലാശാല ആക്ട് തന്നെയാണ് കോടതി ബേസായി എടുത്തത് എന്ന് തന്നെ വേണം അനുമാനിക്കാൻ. കാരണം സർവകലാശാല ആക്ട് പ്രകാരം സർവകലാശാലയുടെ സ്വയംഭരണാധികാരമുള്ള സ്ഥാപനം എന്ന നിലയ്ക്ക് ആ സർവകലാശാലയ്ക്ക് എന്തൊക്കെ അധികാരങ്ങളുണ്ട്, അതിൻ്റെ ഉയർന്ന ബോഡി എന്ന നിലയ്ക്ക് ചാൻസലർ, കേരളത്തിൽ ഗവർണറാണ്, ചാൻസലർക്ക് എന്തൊക്കെ അധികാരങ്ങളുണ്ട് എന്ന് സംബന്ധിച്ച് സർവകലാശാല ആക്ടിൽ കൃത്യമായി പ്രതിപാദിക്കുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് ഗവർണർ അല്ലെങ്കിൽ ചാൻസലർ ചെയ്യുന്ന ഒരു നടപടിയും നിയമപരമായി നിലനിൽക്കില്ല എന്ന് നിയമവിദഗ്ധരും SFIയും സർക്കാരും ഒക്കെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും ഒക്കെ ആവർത്തിച്ച് വ്യക്തമാക്കിക്കൊണ്ടിരുന്നതാണ്. അന്നൊക്കെ ഗവർണർ പറഞ്ഞിരുന്നത് താൻ ചാൻസലറാണ്, ചാൻസലർക്ക് അമിതാധികാരമുണ്ട് എന്ന തരത്തിലായിരുന്നു ഗവർണർ പല കമൻറ്റുകളും നടത്തിക്കൊണ്ടിരുന്നത്. പല നടപടികളും വലിയ വിമർശനത്തിനിടയാക്കി. എല്ലാ കീഴ്വഴക്കങ്ങളും മര്യാദകളും ലംഘിച്ച് പല നടപടികളിലേക്കും ചാൻസലർ എന്ന പദവി ഉപയോഗിച്ച് കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിലെ സർവകലാശാലകളിൽ കടന്നു. ആ സർവകലാശാലകളിൽ നടപ്പിലാക്കിയ പല നടപടികൾക്കെതിരെയും വലിയ വിമർശനമുയർന്നു. SFI അടക്കമുള്ള വിദ്യാർത്ഥി സംഘടനകൾ പ്രതിഷേധ ജ്വാല തീർത്തു. പ്രതിഷേധ സൂചകമായി ഗവർണർക്കെതിരെ അങ്ങിങ്ങ് കരിക്കൊടി ഉയർന്നു. കേരളത്തിലാകമാനം വലിയ പ്രതിഷേധം ഗവർണർക്ക് നേരിടേണ്ടി വന്നു. പക്ഷേ അതിനെയൊക്കെ മറ്റ് പല അർത്ഥത്തിൽ വ്യാഖ്യാനിക്കാനാണ് ഗവർണർ തുനിച്ചത്. അത്തരം വ്യാഖ്യാനങ്ങൾക്ക് കൂടിയേറ്റ തിരിച്ചടിയാണിത്. ഗവർണറെ കണ്ണുമടച്ച് പിന്തുണച്ച കേരളത്തിലെ പ്രതിപക്ഷത്തിന് കൂടി ലഭിച്ച തിരിച്ചടിയാണിത് എന്ന് വ്യാഖ്യാനിക്കേണ്ടി വരും എന്നുള്ളതാണ്. കാരണം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ചാൻസലർ എന്ന പദവി ഉപയോഗിച്ച് കേരളത്തിലെ സർവകലാശാലകൾ നടപ്പിലാക്കിക്കൊണ്ടിരുന്ന നിയമവിരുദ്ധമെന്ന് ഒറ്റനോട്ടത്തിൽ തന്നെ ബോധ്യമാകുന്ന പല നടപടികളെയും കണ്ണുമടച്ച് ന്യായീകരിക്കുകയും പിന്തുണയ്ക്കുകയുമായിരുന്നു കേരളത്തിലെ പ്രതിപക്ഷം ചെയ്തത് എന്നുള്ളൊരു വിമർശനം SFI ഉൾപ്പെടെ മുന്നോട്ട് വെച്ചിരുന്നു. ആ വിമർശനം ശരിയായിരുന്നു, പ്രതിപക്ഷത്തിൻ്റെ നിലപാടടക്കം തെറ്റായിരുന്നു എന്ന് തെളിയുകയാണ് ഒരിക്കൽ കൂടി എന്ന് പറയേണ്ടി വരും വിനീഷ. സാലി, ഗവർണർക്ക് ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് ഇത് ഏറ്റവും ഒടുവിലായി ഏറ്റ ഒരു തിരിച്ചടി. കാരണം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ചാൻസലർ എന്ന നിലയിൽ ഗവർണർ എടുത്ത തീരുമാനങ്ങൾക്കൊക്കെ ഒരു തിരിച്ചടിയാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അത് ഞാൻ ഇപ്പോൾ ഈ വാർത്ത വരുന്നതിന് മുമ്പ് കഴിഞ്ഞ കുറേ നാളുകളായി നമ്മൾ നൽകിയിരിക്കുന്ന വാർത്തകളുടെ ഒരു പട്ടിക പരിശോധിച്ചു. അതിൽ തുടർച്ചയായി തിരിച്ചടി തന്നെയാണെന്ന കാര്യത്തിൽ തർക്കമില്ല. ഒരു 3-4 എണ്ണം ഞാൻ സൂചിപ്പിക്കുക. അതായത് ഡേറ്റ് വൈസ് പറയാം. 2022 നവംബർ 8 ഗവർണർ രാജിവെക്കാൻ നിർദ്ദേശിച്ച VC-മാർക്ക് തുടരാം
എന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. അതായത് ഗവർണർ പുറത്തു പോകൂ എന്ന് പറഞ്ഞ് ചാൻസലർമാരോട് തുടർന്നോളൂ എന്ന് ഹൈക്കോടതി പറഞ്ഞു എന്നുള്ളതാണ്. 2022 ഡിസംബർ 13 ആ സംഭവത്തിന് ശേഷം ഏതാനും ദിവസങ്ങൾക്കകം VC-മാർക്കുള്ള സെർച്ച് കമ്മിറ്റിയിൽ ചാൻസലറുടെ പ്രതിനിധി ആവശ്യമില്ല. അതായത് ഗവർണർക്ക് സെർച്ച് കമ്മിറ്റിയിലേക്ക് ആളെ വയ്ക്കാൻ പറ്റില്ല എന്ന് ഹൈക്കോടതി അന്ന് വ്യക്തമാക്കുകയായിരുന്നു. മൂന്നാമത്തെ ഇൻസിഡൻറ്റ് 2023 ഫെബ്രുവരി 16 VC-മാരെ നിയോഗിക്കാനുള്ള അധികാരം സർക്കാരിനാണ് എന്ന് ഹൈക്കോടതി അസന്നിഗ്ധമായി വ്യക്തമാക്കി. സർക്കാർ നൽകുന്ന പട്ടിക, ആ പട്ടിക പരിശോധിച്ച് മാത്രമേ ഗവർണർക്ക്, അതായത് ചാൻസലർക്ക് VC-മാരെ നിയമിക്കാനാകൂ എന്നാണ് അന്ന് കോടതി പറഞ്ഞത്. 2023 ഫെബ്രുവരി 20 KTU VC സ്ഥാനത്ത് നിന്ന് സിസ തോമസിനെ സർക്കാരിന് മാറ്റാം, ഗവർണർ ചട്ടം മറികടക്കരുത് എന്ന് കോടതി അന്ന് ഓർമ്മിപ്പിക്കുകയും ചെയ്തു. 2023 മാർച്ച് 17 KTU സിൻഡിക്കേറ്റ് എടുത്ത തീരുമാനങ്ങൾ സസ്പെൻഡ് ചെയ്ത ഗവർണറുടെ നടപടി ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് റദ്ദാക്കുന്നു. 2023 മാർച്ച് 24 സെനറ്റ് അംഗങ്ങളെ പുറത്താക്കിയ ഗവർണറുടെ നടപടി ഹൈക്കോടതി റദ്ദാക്കി. 2023 ഡിസംബർ 12 കേരള സർവകലാശാല സെനറ്റിലേക്ക് ഗവർണർ ശുപാർശ ചെയ്ത 4 സംഘപരിവാർ അനുകൂലികളുടെ നിയമനം കോടതി സ്റ്റേ ചെയ്തു. അതായത് ഈ കേസിൽ ഇതിനു മുമ്പുണ്ടായ സ്റ്റേ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. 2024 മാർച്ച് 21, അതായത് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് കാലിക്കറ്റ് സർവകലാശാല VC-യെ പുറത്താക്കിയ നടപടി അനിശ്ചിതകാലത്തേക്ക് സ്റ്റേ ചെയ്തു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ 4 നിയമനങ്ങൾ, 4 നാമനിർദ്ദേശങ്ങളും കോടതി സ്റ്റേ ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലത്തെ സ്ഥിതി.